ഞാൻ ഈ മാങ്ങ ഇങ്ങനെ ചെത്തി തൊലി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തോന്നിയത് ഞാനൊരു മാങ്ങാക്കറി ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടാണ്. അപ്പോൾ ഇത് ഒരു മൂവാണ്ടൻ മാങ്ങയാണ്, കിളിമൂക്കനൊന്നുമല്ല. നമ്മുടെ എന്താ തോത്താപ്പൂരി എന്നൊക്കെ കർണാടകയിൽ പറയും. തോത്താപ്പൂരി വെച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് പുളി പാടില്ല, ഒരു മീഡിയം പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് ആദ്യം ചെത്തിയിട്ട് ഞാൻ എങ്ങനെ മുറിക്കണമെന്ന് കാണിക്കാം. മാങ്ങ മുറിച്ചു. ഇങ്ങനെയാണ് മുറിക്കേണ്ടത്. മാങ്ങ ഒരുപാട് ഘനം ഉണ്ടാവാൻ പാടില്ല, ഒരുപാട് എരിഞ്ഞിട്ടും ആവരുത്. ഇങ്ങനെയാണ് മുറിക്കേണ്ടത്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ലേശം മഞ്ഞപ്പൊടി, വളരെ കുറച്ച് കേട്ടോ. ഇത് ഒരു മാങ്ങയാണ് കേട്ടോ, ചെറിയ ഒരു മൂവാണ്ടൻ മാങ്ങയാണ്. ഇതിലേക്ക് ഒരു ലേശം വിനീഗർ, ഒരു സ്പൂൺ കേട്ടോ. ഇതെന്തിനാ അറിയോ? ഈ മാങ്ങ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കും. ഇത് വിട്ടിട്ട് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ, പിന്നെ കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം ഇതിൽ പിടിക്കുന്ന നേരം കൊണ്ട് വളരെ കുറച്ച് ഉപ്പ് കേട്ടോ ഇടുന്നത്. ഒരു അര ടീസ്പൂണൊന്നുമില്ല, 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുക കേട്ടോ. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിലേക്ക് എന്തൊക്കെ ചേരുവകൾ വേണ്ടതെന്ന് പറയാം. ഈ കറി ഉണ്ടാക്കാൻ ഇത് ഞാൻ ഒരു 1/2 വലിയ ഉള്ളി കേട്ടോ, മീഡിയം സൈസിലുള്ള കുറച്ച് ചെറിയ ഉള്ളി. ഇതിൽ നിങ്ങൾക്ക് ഈ കറിയിൽ വലിയ ഉള്ളി മാത്രം ആഡ് ചെയ്താൽ മതിയെങ്കിൽ മതി. ഞാൻ ഒരു 4-5 ചെറിയ ഉള്ളി, കുറച്ച് വലിയ ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം എണ്ണ ഒഴിക്കുക. അതിലേക്ക് നിർബന്ധമല്ല, പക്ഷെ ഞാൻ ലേശം ഒഴിക്കുന്ന 1 ടീസ്പൂൺ. എന്താ എണ്ണ വേണമെങ്കിൽ ഒഴിക്കുക, വെളിച്ചെണ്ണയോ. ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് നന്നായി ഇതിനെ മിക്സ് ചെയ്ത് ഇങ്ങനെ പിടിപ്പിക്കണം. അതിലാണ് ഈ കറിയുടെ രുചി കിടക്കുന്നത് കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് കുറച്ച് മഞ്ഞളും ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിങ്ങനെ നന്നായിട്ട്, വെള്ളമൊന്നും ഒഴിക്കരുത്, എണ്ണ ഒഴിച്ചിട്ട് ഇതിനിങ്ങനെ നല്ലോണം ഈ ഉള്ളിയിൽ നിന്ന് നല്ലോണം ഇങ്ങനെ, കൈവേദനയൊക്കെ എടുത്താലും കുഴപ്പമില്ല. ഇത് നല്ല ചട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പം ഞാൻ പറയണ മാതിരി ഞാൻ നല്ല ചട്ടി തിരഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി, വാങ്ങിയിട്ട് അതുകൊണ്ട് എനിക്ക് ചട്ടി കിട്ടിയില്ല. ഞാനിപ്പോൾ സാധാരണ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതിനിപ്പോൾ നന്നായി, എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും, ഇത് നന്നായി മാറിനേറ്റ് മാതിരി ആയിട്ടുണ്ട്. ഇനി ഇതിനിങ്ങനെ വെക്കാൻ പോകും ഞാൻ. ഇനി എന്താ ചെയ്യണമെന്ന് കാണിക്കാം. തേങ്ങയുടെ 2 പാൽ, ഒരു 2 കപ്പ് തേങ്ങയുടെ 2 പാൽ വേണം. അത് തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ എമൗണ്ട് നോക്കിയിട്ട് തേങ്ങാപ്പാൽ അടക്കാൻ എല്ലാവർക്കും അറിയും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ടിൻഡ് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിനും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ തേങ്ങ എടുത്തിട്ട് പാലെടുത്തതാണ്. ഇത് 2 കപ്പുണ്ട്. ഇതിന് പുറമെ ഒരു 1/2 കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്ക് ഇതും വേണം. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണേ, ഇത് ആദ്യത്തെ 1-ാം പാല് തിക്ക് മിൽക്ക്, ഇത് 2-ാം പാല്. അപ്പം ഞാൻ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, അടുപ്പ് കത്തിച്ചിട്ട് ഈ തേങ്ങാപ്പാൽ, 2-ാം തേങ്ങാപ്പാൽ ഇതിൽ ഒഴിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഈ മിക്സ് ചെയ്ത് വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതും തിരിച്ചിട്ട് ഇതെല്ലാം കൂടി കിടന്നിട്ട് ഒരു തിള വരുന്ന സമയത്ത്
മാങ്ങ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യും. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു തിള വരുന്ന സമയത്ത് മാങ്ങ ഇടാൻ പോകുന്നു. ഇപ്പോൾ ഇത് നല്ല ഒരു തിള വന്നു. ഇതാ കണ്ടോളൂ. ഈ തിള വന്ന സമയത്ത് കാണുന്നുണ്ടല്ലോ തിള വരുന്നത്. ഞാൻ ഈ മാങ്ങ ഇടാൻ പോകുന്നത്. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച മാങ്ങയാണ്. ഈ മാങ്ങയിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വിനീഗർ ആഡ് ചെയ്യുന്നത് മാങ്ങ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകാതിരിക്കാനാണ്. നിങ്ങൾക്ക് നാരങ്ങയും വേണമെങ്കിൽ ചേർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നാരങ്ങയെക്കാട്ടിലും നല്ലത് വിനീഗറാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വെന്ത് വരട്ടെ. ഇപ്പോൾ ഈ മാങ്ങാക്കറി റെഡി കണ്ടോ. പാകത്തിൽ തിളച്ച് മാങ്ങയൊക്കെ നല്ല പാകത്തിൽ വെന്തിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നിങ്ങൾപ്പോഴും മാങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുക. നല്ലോണം തുടച്ചതിൻ്റെ ഇനി ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കരുത്. പക്ഷെ തിള വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഞാനിത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാൻ പോവുക. ഉപ്പ് ലേശം കുറവാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഉപ്പ് കേട്ടോ. ഇതൊരു ഇത്ര ഉപ്പ് ശരിക്കും ഇടുകയാണ്. ഇനി ഇതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിനെ ഓഫ് ചെയ്തിട്ട് വറുത്തിടാം. ഈ കറിയിൽ നിങ്ങൾക്ക് കുറച്ച് മധുരം ആഡ് ചെയ്യുക. അതിൻ്റെ പുളിയും എരിവും ഉപ്പുമൊക്കെ ബാലൻസ് ചെയ്യാൻ ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ബട്ട് ഞാൻ പറയുന്ന മാതിരി യൂഷ്വലി എനിക്ക് കറിയിൽ വലുതായിട്ട് മധുരം ആഡ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിതിൽ മധുരം ആഡ് ചെയ്യില്ല. ഞാൻ എടുത്തു പറയണു വേണ്ടവർക്ക് മധുരം ആഡ് ചെയ്യുക. ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആ മധുരം ആഡ് ചെയ്യുന്നത് എൻഹാൻസ് ചെയ്യും. ഞാനിത് നോക്കിയിട്ട് വേണമെന്ന് തീർച്ചയാക്കാം. ഓക്കെ, ഇതൊന്ന് തിള വരട്ടെ. മെല്ലെ മെല്ലെ തിള വരണം. തിളച്ചങ്ങനെ പൊന്തി പോകാനൊന്നും പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് തിള വരുന്നത്. ഞാനിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനെ ഞാൻ വാങ്ങി വെച്ചിട്ട് എന്തൊക്കെയാണ് വറുത്തിടാൻ പോകണമെന്ന് കാണിക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് കടുക്, ഉലുവ, ഒരു ചുവന്നമുളക്. ഈ പുളിയുള്ള കറിയിൽ ഉലുവ ആഡ് ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റ് തരും. അപ്പോൾ അതൊന്നാവട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു 4 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യും. ഇത് നല്ലോണം ബ്രൗൺ നിറമായിട്ട് വരണം. സോട്ട് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ഉള്ളിയൊക്കെ നന്നായി സോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ചേർക്കാൻ പറ്റും. അടിപൊളി സുധാ മാങ്ങാക്കറി വരുന്നത്. സുധാ വേൾഡ് മാങ്ങാക്കറിയാണ് കേട്ടോ അത്. നിങ്ങൾ അത് വിനീഗർ ചേർത്ത് വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകും ഇങ്ങനെയൊന്നും തോന്നണ്ട. ഒന്നും ആവില്ല. നാരങ്ങ നീര് ചേർത്താലും ആവില്ല. ഇനി ഞാനിതിൻ്റെ ഫൈനൽ റിസൾട്ട് നോക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൽ മധുരം ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് പറയട്ടെ. ഈ ഞാൻ മധുരം ആഡ് ചെയ്യണോ വേണ്ടേന്ന് പറഞ്ഞിരുന്നു. എനിക്കും ടേസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ സാധാരണ പറയണ വലിയ താല്പര്യമില്ല.
എൻ്റെ വീട്ടിലുള്ള ഭർത്താവ് നോക്കിയപ്പോൾ പറയണു മധുരം വലിയ ആവശ്യമില്ല. പിന്നെ ഞാൻ വളരെ കുറച്ച് ശർക്കര പൊടി ആഡ് ചെയ്യും. ഇത് നോക്കോളൂ, ഒരു 1/2 ടീസ്പൂണേ ഉള്ളൂ. ഇത് ഈ കറിയുടെ ടേസ്റ്റിനെ ഒന്ന് ബാലൻസ് ചെയ്ത് എൻഹാൻസ് ചെയ്യും. സോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശർക്കര ആഡ് ചെയ്തപ്പോൾ വലിയ പൊടിയൊന്നുമില്ല. അപ്പോൾ ഞാനേ ഇതിനൊന്ന് പാനിലാക്കിയിട്ട് എൻ്റെ ഒരു ഡിഷിലാക്കിയിട്ട് കാണിക്കാം. ഇപ്പോൾ ഉഗ്രൻ ടേസ്റ്റായിട്ടുള്ള മാങ്ങ തേങ്ങാപ്പാലിൽ വെച്ച കറി കഴിഞ്ഞു. ഇത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങ ജീരകമൊക്കെ അരച്ച് വെക്കണവരൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതിൽ ഫിഷ് ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. ചെമ്മീനോ അങ്ങനെ ചെറിയ ഫിഷൊക്കെ ഇടുമ്പോൾ ടേസ്റ്റായിരിക്കും. ഞാനിത് വെജിറ്റേറിയൻ ഡിഷായിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വളരെ ടേസ്റ്റി മാങ്ങാക്കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇത് എൻ്റെ സ്പെഷ്യൽ മാങ്ങാക്കറിയാണ്. സുധാസ് വേൾഡ്. മാങ്ങ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് പച്ചമാങ്ങയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചമാങ്ങ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങളെ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധ. ആസ് യൂഷ്വൽ പ്ലീസ് ഞാൻ പറയാറുള്ള മാതിരി എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ബൈ ഫ്രം സുധാസ് വേൾഡ്. See you in the next video.